നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗ്രേഡ് 3 പരീക്ഷ രക്ഷിതാക്കൾക്കിടയിൽ പ്രതിഷേധം. SCERT നടത്തിയ ഗ്രേഡ് 3 പരീക്ഷകളുടെ കോമ്പിറ്റൻസി അധിഷ്ഠിത പരീക്ഷ രക്ഷിതാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 7-8 വയസ്സുള്ള കുട്ടികൾക്ക് താങ്ങാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിലുണ്ടായിരുന്നതെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, കൊങ്കണി പേപ്പറുകളിലെ ചോദ്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സ്കൂളുകളിലും വീട്ടിലും നൽകിയ മാതൃകാ ചോദ്യപേപ്പറുകളുമായി യഥാർത്ഥ പരീക്ഷയ്ക്ക് യാതൊരു സാമ്യവുമില്ലെന്ന് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. പല ചോദ്യങ്ങളും നിലവിലെ സിലബസുമായി ബന്ധമില്ലാത്തതും കുട്ടികളുടെ പഠന നിലവാരത്തിന് അനുയോജ്യമല്ലാത്തതുമാണെന്ന് അവർ പറയുന്നു. പരീക്ഷ എഴുതിയ പല വിദ്യാർത്ഥികളും ചോദ്യങ്ങൾ മനസ്സിലാകാതെ കരഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് ഭാഷയോടുള്ള വിരസത സൃഷ്ടിക്കുമെന്നും രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതായി SCERT ഡയറക്ടർ മേഘ്ന ഷത്ഗാവ്കർ അറിയിച്ചു. ചില ആശങ്കകൾ ലഭിച്ചെങ്കിലും പല വിദ്യാലയങ്ങളും രക്ഷിതാക്കളും പ്രശംസിച്ചതായും ഇവർ പറഞ്ഞു. എല്ലാ പരാതികളും പരിഗണിക്കുമെന്നും അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം കുട്ടികളുടെ ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും ഈ പരീക്ഷ അതിൻ്റെ വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നതെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തുന്നു. കുട്ടികളുടെ പ്രായത്തിനും കഴിവിനും നിരക്കാത്ത ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലെ സുതാര്യതയെക്കുറിച്ചും അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഗോവയിൽ മഴക്കാലത്തിന് ശേഷം കടുത്ത ചൂട്. മഴക്കാലം ഔദ്യോഗികമായി പിൻവലിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും ഗോവയിൽ കാലാവസ്ഥാ വ്യതിയാനമില്ല. 35 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 41 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് ഫീൽ ലൈക്ക് താപനിലയും രേഖപ്പെടുത്തുന്നു. IMD റിപ്പോർട്ട് അനുസരിച്ച് വ്യാഴാഴ്ച പരമാവധി താപനില സാധാരണ നിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായി 34.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ചില സ്വകാര്യ കാലാവസ്ഥാ സൈറ്റുകൾ സംസ്ഥാനത്ത് ഗുരുതര ചൂട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 7 മുതൽ 10 ദിവസത്തേക്ക് ഈ ചൂടും ഈർപ്പവും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. IMD ഒക്ടോബർ 10 വരെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സ്പാകൾക്കും മസാജ് പാർലറുകൾക്കും പുതിയ ലൈസൻസുകൾ നൽകുന്നത് കോർപ്പറേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. പനാജിയിൽ സ്പാ, മസാജ് പാർലറുകളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പുതിയ ലൈസൻസുകൾ നൽകുന്നത് നിർത്തലാക്കാൻ കോർപ്പറേഷൻ ഓഫ് ദി സിറ്റി ഓഫ് പനാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. മേയർ രോഹിത് മോൺസറേറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ചില സ്ഥാപനങ്ങളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ആരോപണമുണ്ട്. പ്രധാന വാണിജ്യ മേഖലകളിൽ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ലൈസൻസ് നൽകിയ ശേഷം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഈ തീരുമാനം കൗൺസിൽ മീറ്റിംഗിൽ ഔപചാരികമായി അംഗീകരിച്ച ശേഷം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. ഇത്തരം ബിസിനസ്സുകൾക്ക് ശക്തമായ നയരൂപീകരണം നടത്താൻ അഭ്യർത്ഥിക്കും. ഈ നടപടി നിലവിലുള്ള അപേക്ഷകളെ ബാധിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരം കാണാൻ സർക്കാർ ഒരു ഉപസമിതിയെ രൂപീകരിക്കണമെന്ന് മേയർ നിർദ്ദേശിച്ചു. നിലവിലെ കൗൺസിൽ ടേമിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന് സ്റ്റോപ്പ് വർക്ക് ഓർഡർ. ബാംബോളിം ബീച്ചിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന് ടൂറിസം വകുപ്പ് സ്റ്റോപ്പ് വർക്ക് ഓർഡർ പുറപ്പെടുവിച്ചു. RGP MLAയുടെ ഗുരുതരമായ നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്നാണ് ടൂറിസം വകുപ്പിന്റെ നടപടി. ടൂറിസം പ്രോപ്പർട്ടികൾ അനധികൃതമായി കടന്നു കയറിയതാണ് പ്രധാന ആരോപണം. MLA വിരേഷ് ബോർക്കർ നൽകിയ പരാതി അടിസ്ഥാനമാക്കി ഗോവ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അന്വേഷണം നടത്തിയപ്പോൾ ഹോട്ടലിന് സമീപം 300 മീറ്റർ നീളമുള്ള ഒരു നിരോധന ഭിത്തി ബീച്ചിൽ നിർമ്മിക്കുന്നതും തീരപ്രദേശത്ത് ഖനനശേഷികൾ ഒരുങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നതും കണ്ടെത്തി. ഗോവ ഫൗണ്ടേഷൻ ഹോട്ടലിന്റെ നിർമ്മാണം ക്രൈസിസ് നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് നേരത്തെ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. പനാജിയിൽ മദ്യലഹരിയിൽ ബഹളമുണ്ടാക്കിയാൽ പിടിയിൽ. വ്യാഴാഴ്ച ഉച്ചയോടെ പനാജി മാർക്കറ്റ് പരിസരത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ മദ്യലഹരിയിലായിരുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇയാളെ എർട്ടിഗ വാഹനത്തിൽ സ്റ്റേഷനിലെത്തിച്ചു. സ്റ്റേഷനിലെത്തിയപ്പോൾ ഇയാൾ കൈകൊണ്ട് പോലീസ് വാഹനത്തിന്റെ പിൻഗ്ലാസ് തല്ലി തകർക്കുകയും സ്വയം പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് നൽകിയ വിവരമനുസരിച്ച് ഇയാളുടെ മാനസിക നില തൃപ്തികരമായിരുന്നില്ല. തുടർന്ന് ഇയാളെ വൈദ്യസഹായത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.